ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാലും അപ്പോൾ കോഴി കൂവും, അല്ലെങ്കിൽ വണ്ടികളുടെ ഓട്ടത്തോടോട്ടവും ബഹളമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾക്ക് ഇന്നൊരു നാടൻ കോഴീനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളതിനെ കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കോഴിക്കകത്തിൽ നിറയെ മുട്ടയുണ്ടായിരുന്നു കേട്ടോ. ഈ നാടൻ കോഴികളെ മാത്രം വിൽക്കുന്ന കടകളുണ്ടല്ലോ, അവിടുന്ന് കോഴിയെ മേടിച്ച് നമ്മൾ ഡെയിലി ചിക്കൻ കഴിച്ചില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിലർ. ഈ കോഴീനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. കോഴി മുട്ട ഇഷ്ടമാണ്, പക്ഷേ കോഴി കൂവാൻ പാടില്ല. കോഴി കൂവുന്നതിൽ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. കോഴി കൂവുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കോഴി കൂവുന്നതിൽ നമുക്ക് എല്ലാവരും അല്ലേ കേട്ടോ. എപ്പോഴും ഒരു ചിക്കൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ ഒരു സുഖമുണ്ടല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നും ചിക്കനൊന്നും വേണമെന്നില്ല. ഫിഷ് എനിക്കിഷ്ടമാണ്. പക്ഷെങ്കിൽ നമ്മളൊരു 50 ഡേയ്സ് നോമ്പ് അല്ലെങ്കിൽ 25 ഡേയ്സ് നോമ്പ്, പിന്നെ ഒരു നമ്മൾക്ക് മാതാവിൻ്റെ 8 നോമ്പുണ്ടല്ലോ, ആ നോമ്പൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ വെജിറ്റേറിയൻ കഴിക്കാനായിരിക്കും കൂടുതലിഷ്ടം. എനിക്കങ്ങനെയാണ് കേട്ടോ. കുറേ നാൾ നമ്മൾ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ നമ്മൾ ആ നോമ്പ് കാലത്ത്. അതിന് ശേഷം നമുക്ക് നോൺ വെജ് കഴിക്കണമെന്ന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെങ്കിൽ നമ്മൾ ഡെയിലി എന്തെങ്കിലും മീനോ ഇറച്ചിയോ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ അങ്ങ് ആ ഒരു ഫ്ലോ ആയിരിക്കും, നമുക്കങ്ങ് കഴിക്കണം എന്നുള്ളൊരു കൊതി വരും. അയ്യോ, ഇറച്ചിയോ മീനോ എന്തെങ്കിലും ആകാം എന്നൊരു ചിന്ത വരും. പക്ഷേ നമ്മൾ കുറേ കാലം വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ പിന്നെ നമുക്കതൊരു ശീലമായിപ്പോവും. നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്ക ദിവസവും നമ്മളുടെ വീട്ടിൽ ഇറച്ചി മീനും ഒക്കെ മേടിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ ബ്രോയിലർ കോഴിയെ മേടിക്കാതെ നമ്മൾ നാടൻ കോഴി മേടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളുടെ ആരോഗ്യത്തിനും അതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ബ്രോയിലർ കോഴിയിലൊക്കെ നിറയെ എന്തൊക്കെയോ കുത്തിവെച്ചാണ് വരുന്നതെന്നാണല്ലോ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത്. പക്ഷേ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇപ്പോഴത്തെ പച്ചക്കറിയും വിഷമാണ്, എല്ലാം വിഷമാണ്. നമ്മൾ കഴിക്കുന്ന അരിയെ വിഷമാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, നമുക്കിതൊക്കെ കഴിച്ചല്ലേ തീരൂ. പണ്ടത്തെ കാലത്തെ പോലെ നമുക്കിപ്പോൾ എല്ലാം നമ്മളുടെ പറമ്പിലും നമ്മുടെ പാടത്തും ഒന്നും കൃഷി ചെയ്ത് കഴിക്കാനുള്ള സാഹചര്യവും പിന്നെ അതേപോലെ ജോലിക്കാരെയും കിട്ടാനില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ എന്നേക്കാളും കൂടുതലിഷ്ടം മീൻ തന്നെയാണ്. പക്ഷേ മീൻ എപ്പോഴും നല്ലത് കിട്ടാനില്ലെങ്കിൽ നമ്മൾ ഓടിപ്പോയി ബ്രോയിലർ കോഴിയെ മേടിക്കും. അപ്പോൾ ആ ബ്രോയിലർ കോഴിയെ മേടിക്കുന്നതിനേക്കാളും നല്ലതൊരു നാടൻ കോഴിയാണ്. നാടൻ കോഴിക്ക് വില കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നാടൻ കോഴി തന്നെയാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത്, ഒരുപാടൊന്നും കൃഷി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള പയറോ കോവലോ ഒക്കെ കൃഷി ചെയ്തിട്ട് അപ്പോൾ നമുക്ക് പയറും കോവയ്ക്കൊക്കെ കിട്ടുമല്ലോ. അതിൻ്റെ മെഴുക്കുവരട്ടിയൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമായിരിക്കും. ഇവിടെ ചെറുപ്പം തൊട്ടേ ശീലിച്ച് വന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഉള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഈ ചിക്കനിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി അട്ടർ ഫ്ലോപ്പായി പോകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഇറച്ചിയുടെ ടേസ്റ്റൊന്നും ശരിക്കും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഈ ഒരുപാട് വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ നമ്മൾക്ക് വീട്ടിൽ കുറേ അംഗങ്ങളുണ്ട്, എല്ലാവർക്കും ചാറൊക്കെ വേണമെങ്കിൽ കുറച്ച് ഗ്രേവി കൂട്ടിയിടുന്നതായിരിക്കും കേട്ടോ നല്ലത്. മാക്സിമം നമ്മൾ വീട്ടിൽ ചിക്കൻ കറിയോ എന്ത് കറിയോ ആയിക്കോട്ടെ, എല്ലാത്തിനും വീട്ടിൽ സ്പൈസസും പൊടികളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അധികം കടയിലെ പൊടികൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അതൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് സെക്കൻഡ് ക്വാളിറ്റി ആണോന്ന് കേട്ടോ എൻ്റെ ശരിക്കുമുള്ള സംശയം. കാരണം മല്ലിപ്പൊടിയിലൊക്കെ ആണെങ്കിലും കുറേ എന്തോ തരി പോലെ കാണാറുണ്ട്. അതേപോലെ ഓരോന്നും കുറേ മായം കലർത്തി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ പൊടികളൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറികളൊക്കെ ഇപ്പം ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം മല്ലിപ്പൊടിയാണേലും മുളക് പൊടിയാണേലും നമ്മളുടെ സ്പൈസസും കാര്യങ്ങളും എല്ലാം വീട്ടിൽ ഉണങ്ങി പൊടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ രീതി. അല്ലെങ്കിൽ നമ്മളുടെ മില്ലിൽ നിന്ന് മേടിച്ചാലും മതി. ഈ പൊടിച്ച് കിട്ടുന്ന മില്ലുണ്ടല്ലോ, അവിടെയൊന്നും കിട്ടുന്ന അത്രയ്ക്ക് നമുക്ക് വിശ്വസിച്ച് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ സാഹചര്യം അനുസരിച്ച് എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. പക്ഷേ പറ്റുമെങ്കിൽ മുളകാണേലും മല്ലിയാണേലും ഈ സ്പൈസസും കാര്യങ്ങളും എല്ലാം വീട്ടിൽ മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് നമ്മൾ കറികൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും നമ്മളുടെ കറികൾക്ക് ഏറ്റവും നല്ല ടേസ്റ്റും കിട്ടുക കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുവദിച്ച് ഇപ്പോൾ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഭാഗ്യമുണ്ട്.
അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റണേ എന്നാണ് കേട്ടോ ആഗ്രഹം. നമ്മൾ ജീവിക്കുന്നത് തന്നെ വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാനല്ലേ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഉച്ചയൂണിന് കറികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. നമ്മളുടെ സ്വന്തം പറമ്പിലെ വാഴയ്ക്ക കൊണ്ടിട്ടുള്ള വാഴയ്ക്ക കുഴയ്ക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വാഴയ്ക്ക കുഴച്ചത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നലത്തെ കട്ട്ലറ്റാണ്, അത് നമ്മൾ ചൂടാക്കിയെടുത്തു. അപ്പോൾ ചമ്മന്തിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ.